ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മിനി, സ്ഥലം വീർപ്പാട്. എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. അവന് UK ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഛർദിയും തലകറക്കവും തുടങ്ങി. ആംബുലൻസിൽ ആസ്പത്രിയിൽ എത്തിച്ചു, ICUവിലാക്കി. ടെസ്റ്റുകൾ നടത്തി. തലച്ചോറിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. വീണിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ഓപ്പറേഷൻ വേണം, അല്ലെങ്കിൽ ഗുളിക കഴിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അവന് വേണ്ടി അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞു. പിന്നീട് മുട്ടിൽ നീന്തി പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി ഓപ്പറേഷൻ ഇല്ലാതെ അവന് രോഗസൗഖ്യം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയും. ഓപ്പറേഷൻ കൂടാതെ കർത്താവ് സുഖപ്പെടുത്തിനോർത്ത് അത്ഭുതങ്ങളും സംഭവിക്കും കാലമല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷിനി, സ്ഥലം ഉളിക്കൽ. എൻ്റെ സഹോദരന് എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് പരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. അവിടെ നിന്നും സീരിയസ് ആയി മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു കരളിനും കിഡ്നിക്കും ബാധിച്ചുവെന്ന്. ക്രിയാറ്റിൻ്റെ അളവ് 10-ലെത്തി, ഡയാലിസിസ് ചെയ്യണമെന്നും പറഞ്ഞു. ഞാൻ വ്യാഴാഴ്ച ഇവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ എഴുതിയിടുകയും ഞാൻ ഈശോയോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഈശോയോട് പറഞ്ഞു, അടുത്ത വ്യാഴാഴ്ച ഇവിടെ വന്ന് നന്ദി എഴുതിയിടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ചൊവ്വാഴ്ച ICUവിൽ നിന്ന് മാറ്റുകയും ടെസ്റ്റുകൾ നോർമലാക്കി തരികയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവിനും പുത്രനും മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് കല്യാണി. ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. എൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അവൾ 7 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഒരു ദിവസം കുഞ്ഞിന് അനക്കമില്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവൾക്കും കുഞ്ഞിനും വേണ്ടി ബന്ധിതനായി ഈശോയോട് പ്രാർത്ഥിച്ചു. മുട്ടിൽ വലിയാനും അവൾക്ക് സൗഖ്യമാകുകയാണെങ്കിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചു. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യവും ഈശോയെ 101 പ്രാവശ്യവും വിളിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൾ ഒരു കുഴപ്പവുമില്ലാതെ ആസ്പത്രിയിൽ നിന്നും വീട്ടിലേക്ക് വന്നു. അവൾക്ക് സൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിന്ദു, സ്ഥലം പേരട്ട. എൻ്റെ നഴ്സായ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അവൾ പനിയും തലകറക്കവും ഉണ്ടായപ്പോൾ ഏറ്റവും പെട്ടെന്ന് സുഖമായാൽ ഞാനിവിടെ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നതിൻ്റെ ഫലമായി അവളുടെ അസുഖം വേഗം പൂർണ്ണമായി കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ഷീല. ഞാൻ കുടിയാമലയിൽ നിന്നും വരുന്നു. എൻ്റെ മോൾക്ക് കിട്ടിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് ഞാനിവിടെ പറയുന്നത്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലെ അംഗമാണ്. ഞാൻ മിക്ക ആഴ്ചകളിലും ആവിലായിൽ വരാറുണ്ട്. വരുമ്പോഴൊക്കെ ഞാൻ ഈശോയുടെ മുമ്പിൽ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചത് എൻ്റെ മോൾക്ക് വിദേശത്ത് പോകാൻ കഴിയണമേ എന്നായിരുന്നു. അവൾ കണ്ണൂർ ഒരു ഓഫീസിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുകയായിരുന്നു. എനിക്കൊരു മോളാണുള്ളത്.
ഇടയ്ക്ക് മോൾ വന്ന് അച്ഛനെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 1 ഒമാൻ മെഡിക്കൽ ഓഫ് കമ്പനിയിൽ നിന്ന് നേരിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ബന്ധിതനായ ഈശോയോടും അമ്മ ത്രേസ്യയോടും കർമ്മല മാതാവിനോടും മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ പാസ്സാകണമേ എന്ന് ഞാൻ അമ്മയോട് മുട്ടിപ്പായി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ഒരു 10:30 ആയപ്പോൾ എൻ്റെ മോൾ എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി എന്ന്. സന്തോഷം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു ഓഫർ ലെറ്റർ ഉടനെ അയക്കാമെന്ന്. പക്ഷേ 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഓഫർ ലെറ്റർ വന്നത്. അങ്ങനെ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു എല്ലാം ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണെന്ന്. അവൾ ജോലി എടുത്തുകൊണ്ടിരുന്ന ഓഫീസിൽ നിന്ന് ഒരാഴ്ച മുമ്പാണ് ഇറങ്ങിയത്. പിന്നെ മെഡിക്കലിന് പോയി, അവിടെയും എല്ലാം ശരിയായി. എൻ്റെ മോൾക്ക് അച്ഛനെ കാണാൻ വരണമെന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. സമയമില്ല, എന്തു ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോൾ ഞാൻ ഒരു ഓഗസ്റ്റ് 14 രാത്രിയിലുള്ള അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് അച്ഛൻ പറയുന്നു ഇനി അച്ഛനെ കാണാൻ പറ്റുന്നത് 15 18 ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ മോളോട് പറഞ്ഞു നമുക്ക് വേണ്ടിയാണ് മോളെ 15 പറഞ്ഞിരിക്കുന്നതെന്ന്. 17 മോൾക്ക് പോകേണ്ടത്. ഞാൻ വെള്ളിയാഴ്ച അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ അനുഗ്രഹം കിട്ടി. അച്ഛൻ മോളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈശോയുടെ ഒരു രൂപവും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ വെച്ചോളാൻ. അങ്ങനെ എൻ്റെ മോള് ഓഗസ്റ്റ് 17 വെളുപ്പിന് 7:30 ഫ്ലൈറ്റിന് ഒമാനിലേക്ക് പോയി. 18 അവിടെ ഹെഡ് ഓഫീസിൽ തന്നെ നല്ല ജോലിയും കിട്ടി. അവൾ സുഖമായി ഇരിക്കുന്നു. എനിക്കിവിടെ കയറി നിന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിക്കുകയില്ല, കാരണം ഞാൻ ഈശോയുടെ മുമ്പിൽ കരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതിയിടുന്നത്. എൻ്റെ മകളെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ജോലി തടസ്സം മാറി നല്ല ജോലി ലഭിക്കാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അലീഷ. ഞാൻ 2021 ഡിഗ്രി കഴിഞ്ഞു. എന്നാൽ എനിക്ക് 1ാം സെമസ്റ്റർ ഒരു വിഷയം പാസ്സായില്ല. ഞാൻ 4 തവണ എഴുതിയിട്ടും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. 5ാം തവണ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. എക്സാം എഴുതി ഇവിടെ വന്ന് പ്രാർത്ഥന എഴുതി കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും മുട്ടയിൽ വരികയും ചെയ്തു. അതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ഈശോയ്ക്ക് 1000 നന്ദി. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയിംസ്. ആര്യപ്പുറം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പെങ്ങളുടെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അവളുടെ വിവാഹം സെപ്റ്റംബർ 1 തീരുമാനിച്ചിരുന്നത്. സാമ്പത്തികമായി വളരെയേറെ പ്രയാസത്തിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് പെങ്ങൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥ വന്നു. എല്ലാ ആഴ്ചയും പള്ളിയിൽ വരുന്ന ആളാണ് ഞാനും പെങ്ങളും. പെങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയ വ്യക്തികളെ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്ന് പറയുകയുണ്ടായി. പള്ളിയിലുള്ള ഞാൻ കുർബാന കഴിഞ്ഞ് അച്ഛനെ നേരിട്ട് കാണുകയും അച്ഛനോട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അച്ഛൻ പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അവർ ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി പിടിച്ച് രാത്രി തന്നെ അച്ഛനെ വന്ന് കാണുകയുണ്ടായി. അച്ഛൻ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും അസുഖം മാറുമെന്നും കല്യാണം വളരെ നന്നായി നടക്കുമെന്നും അച്ഛൻ പറയുകയുണ്ടായി. പെങ്ങളുടെ അസുഖം 2 ദിവസത്തിനകം പൂർണ്ണമായും മാറുകയും സെപ്റ്റംബർ മാസം 1 കല്യാണം വളരെ ഭംഗിയായി നടക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിഷ സണ്ണി, സ്ഥലം എറണാകുളം. എൻ്റെ മകളുടെ രോഗസൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. എൻ്റെ മകൾ സാനിയ ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കുവാൻ പോയി. അവിടെ എത്തിയപ്പോൾ അവൾക്ക് പനിയും ആഹാരത്തിൽ അലർജിയുമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. നിയോഗം കെട്ടിയിടുകയും ചെയ്തു. രോഗം ഭേദമായാൽ സാക്ഷ്യം എഴുതി അറിയിക്കാമെന്ന് നേർന്നതിൻ്റെ ഫലമായി ഈശോ അവൾക്ക് പൂർണ്ണമായി സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും
1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി ജോസഫ്, സ്ഥലം വാണിയപ്പാറ. എൻ്റെ മകളുടെ മകൾ സാനിയയ്ക്ക് വേണ്ടി അമ്മ മാതാവിൻ്റെയും ബന്ധിതനായ ഈശോയുടെയും മുമ്പിൽ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കൊച്ചുമകൾക്ക് ജർമ്മനിക്ക് പോകുവാനും പാർട്ട് ടൈം ജോലി ലഭിക്കുവാനും ഇടയായി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. എൻ്റെ പേര് റോസമ്മ. ഞാൻ കോറമുക്കിൽ നിന്നും വരുന്നു. വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന വിട്ടുമാറാത്ത ചുമയിൽ നിന്നും കൈക്കും കാലിനുമുള്ള വേദനയിൽ നിന്നും പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഒലിവിയ മരിയ തോമസ്. ഞാൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന കോഴ്സ് പഠിക്കുന്നു. എൻ്റെ 3-ാം വർഷ പരീക്ഷ എളുപ്പമാകുന്നതിനും ബുദ്ധിമുട്ടില്ലാതെ പാസ്സാകുന്നതിനും വേണ്ടി ഞാൻ ആവിലാപ്പള്ളിയിൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർച്ച നേർന്നിരുന്നു. കിട്ടുന്ന സമയങ്ങളിൽ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പരീക്ഷ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ചതിൽ വിളിക്കാം. ഈശോയേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൽബർട്ട്, സ്ഥലം ഇരിട്ടി. ഞാൻ +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. B2 ലെവൽ 3 മൊഡ്യൂൾ ആവിലാപ്പള്ളിയിൽ വന്ന് അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ കരുണാമയനായി ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആദ്യം പ്രാവശ്യം തന്നെ ജയിച്ചു. ബാക്കിയുണ്ടായിരുന്ന സ്പീക്കിംഗ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് റാപ്സനച്ചനെ കാണുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എക്സാമിന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പിക്കിൽ നിന്ന് മീനിങ് മാറിപ്പോവുകയും സംസാരം നിന്നു പോവുകയും ചെയ്തു. വളരെ മനോവിഷമത്തോടെ അവിടെ നിന്നും ഞാൻ പിറ്റേ ദിവസം തന്നെ അമ്മ ത്രേസ്യയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ധൈര്യമായിരിക്കെ റിസൾട്ട് വരട്ടെ നോക്കാമെന്ന് പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, തെറ്റിപ്പോയി എന്ന് ജഡ്ജേഴ്സ് തീർത്തു പറഞ്ഞ ഞാൻ നല്ല മാർക്കോടുകൂടി ജയിച്ചു. ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമയർത്തി വീശിക്കൊണ്ട് ചൊല്ലാം. ഈശോയേ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മിനി. എൻ്റെ മകൻ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എക്സാം എഴുതിയിട്ട് അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആവില അമ്മയോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ അടുത്ത സപ്ലി പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും വിജയിച്ചു. അതുപോലെ അവൻ്റെ റിസൾട്ട് വരാനും വൈകിയിരുന്നു. അതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. വേഗം തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്തു. എൻ്റെ മകൻ ഇപ്പോൾ 4th ഇയർ BSc നഴ്സിംഗ് പരീക്ഷയിൽ നല്ല മാർക്കോടെ പാസ്സായി. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ചതിൽ വിളിക്കാം. ഈശോയേ ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ജയ മാത്യു, സ്ഥലം മണിപ്പാറ. എൻ്റെ മകൾ മഡോണയ്ക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. അവൾ ജർമ്മനിയിലാണ്. 1 വർഷമായി പോയിട്ട്. ഇവിടുന്ന് B2വിൻ്റെ പരീക്ഷ ആദ്യം എഴുതിയപ്പോൾ 2 എണ്ണം കിട്ടി. പിന്നീട് അവിടെ ചെന്ന് 2 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. ഞങ്ങൾ ഇവിടെ വന്ന് റാപ്സനച്ചനെ കാണുകയും മോൾക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാ വ്യാഴാഴ്ചയും വരികയും 2 പ്രാവശ്യം മുട്ട വരികയും ചെയ്തു. ജൂലൈ 2 പരീക്ഷയായിരുന്നു. ജൂലൈ 11 റിസൾട്ട് അറിയുകയും മോൾ പരീക്ഷയിൽ പാസ്സാവുകയും ചെയ്തു.
ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മേരി, പുൽപ്പള്ളിയിൽ നിന്നും വരുന്നു. ആവില പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കവിളിൻ്റെ എല്ലിനുണ്ടായ വേദന പൂർണ്ണമായും മാറി. അതുപോലെ എനിക്കൊരു മണവും കിട്ടുന്നില്ലായിരുന്നു. റാപ്സനച്ചൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ മുതൽ എനിക്ക് എല്ലാ മണവും തിരിച്ചറിയാൻ സാധിക്കുന്നു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അന്തർ കണ്ടതും മരണം തോറ്റതും ലാസറുയർത്തതും ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് റോസമ്മ, സ്ഥലം നെല്ലിക്കാമ്പൊയിൽ. ആവില പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ 3 സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് പോസ്റ്റ് BSc നഴ്സിംഗ് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി, ഈശോ വിജയിപ്പിച്ചു. എൻ്റെ പേരക്കുട്ടിയുടെ കാണാതെ പോയ സ്വർണ്ണമാല കണ്ടുകിട്ടി. എൻ്റെ നടുവേദനയും നീർക്കെട്ടും മാറിക്കിട്ടി. ഞാൻ എല്ലാ ദിവസവും 33 പ്രാവശ്യം ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന എന്ന പ്രാർത്ഥന ചൊല്ലുകയും ഈശോയെ എന്ന 101 പ്രാവശ്യം വിളിക്കുകയും ചെയ്യുമായിരുന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോയ്ക്ക് 1000 സ്തുതി. ആവിലായിലെ അമ്മ ത്രേസ്യോയോടും ബന്ധിതനായ ഈശോയോടും കർമ്മല മാതാവിനോടും ഉണ്ണീശോയോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ്, സ്ഥലം എടൂർ. 8-10 ദിവസമായിട്ട് എൻ്റെ ശരീരത്തിൽ പുഴു തൊട്ടതുപോലെ തടിച്ചു പൊങ്ങുകയും സൂചിക്ക് കുത്തുന്നത് പോലെ വേദനയുമായിരുന്നു. ഞാൻ ഓയിൽമെൻറ്റ് തേച്ചുകൊണ്ടിരുന്നു. തേയ്ക്കുമ്പോൾ കുറയും, ഒരു സമയം കഴിയുമ്പോൾ പിന്നെയും ചൊറിയാൻ തുടങ്ങും. ഞാൻ ആവില പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പ് വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ശരീരത്തിൽ ഒഴിച്ച് കഴുകി. അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ 90% മാറിക്കിട്ടി. പിന്നീട് എനിക്ക് ആ രോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. യേശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ 2022 ജർമ്മൻ പഠിക്കുകയും B2 പരീക്ഷയിൽ എനിക്ക് പാസ്സാകാൻ സാധിക്കാതെ വരികയും ചെയ്തു. സങ്കടത്തോടെ ഞാൻ ആവില പള്ളിയിൽ വരികയും റാപ്സനച്ചനെ കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ധൈര്യമായി പരീക്ഷ എഴുതിക്കൊള്ളാൻ പറയുകയും ചെയ്തു. പരീക്ഷ എഴുതി എല്ലാ വിഷയങ്ങളും പാസ്സായി. വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തടസ്സങ്ങൾ വന്നു. ആരോഗ്യപരമായും മാനസികപരമായും എല്ലാ തടസ്സങ്ങളും മാറി പോകാൻ സാധിച്ചാൽ ഞാൻ സാക്ഷ്യം സമർപ്പിക്കാമെന്ന് നേർച്ച നേർന്നു. ഈശോയുടെ അനുഗ്രഹത്താൽ തടസ്സങ്ങളെല്ലാം മാറി പോകാൻ സാധിച്ചു. അതോടൊപ്പം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ തന്നു. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കാറ്റും കടലും ശാന്തമായതും യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് തങ്കച്ചൻ. ഞാൻ നെല്ലിക്കാമ്പൊയിൽ നിന്നും വരുന്നു. എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിത് എഴുതുന്നത്. 2 വർഷം മുമ്പ് ഞാനൊരു കുഴൽക്കിണർ കുത്തുകയും അതിൽ വെള്ളം കിട്ടുകയും ചെയ്തു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൽ ഒരു തടം പാടയും മണവും ഉണ്ടായി. അത് ഉപയോഗിക്കാൻ കൊള്ളാതെയായി. 2 മാസം മുമ്പ് ഞാൻ ആവില പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും 3 ആഴ്ച മുട്ടിലിഴിഞ്ഞ് പ്രാർത്ഥിച്ചോളാമെന്ന് നേരുകയും വെള്ളം നല്ലതായാൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേരുകയും ചെയ്തു. പ്രാർത്ഥനയുടെ ഫലമായി ഇപ്പോൾ എൻ്റെ വെള്ളത്തിൽ പാടയോ മണമോ ഇല്ല. ഞാനത് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോഴെനിക്കുള്ളത്. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലിറ്റിഷ ജിബിൻ.
ഞാൻ പനത്തടി ഇടവകയിൽ നിന്നും വരുന്നു. 2022 ഞാൻ ഇവിടെ വന്ന അച്ഛനെ കാണുകയും എൻ്റെ വിവാഹത്തിനും ഹയർ സ്റ്റഡീസിനുമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു, ഇനി ഒരിക്കൽ ലീവ് ഉള്ളപ്പോൾ ഇവിടെ വന്ന് നേർച്ചക്കഞ്ഞി കുടിക്കണമെന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച 9-ാം ദിവസം എനിക്ക് പ്രപ്പോസൽ വരികയും ആ വിവാഹം 2 വർഷത്തിനുള്ളിൽ എത്രയും ഭംഗിയായി നടക്കുകയും ചെയ്തു. അതിന് 4 മാസങ്ങൾക്ക് ശേഷം എനിക്ക് MCOM പഠിക്കുവാനുള്ളതും അവസരവും 2 വർഷം കൊണ്ട് ഉയർന്ന മാർക്കോടെ ഞാൻ MCOM പാസ്സാകുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നേർച്ചക്കഞ്ഞി കുടിച്ച ഉടനെ തന്നെ കല്യാണത്തിന്റെ ബിരിയാണി കഴിക്കാൻ പറ്റി. കൈയടിച്ച് ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെസ്സി. ഞാൻ കേളകത്ത് നിന്ന് വരുന്നു. 12 വർഷമായിട്ട് വീടിൻ്റെ തറ കെട്ടിയിട്ട് വീട് പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ലോണിന് ചോദിക്കുമ്പോൾ അടിയാധാരമില്ലാത്തത് കൊണ്ടാണ് ലോൺ തരാത്തതെന്ന് പറയും. അങ്ങനെ ചെറിയൊരു ഷെഡിൽ 3 മക്കളും ഞങ്ങൾ 2 പേരും താമസിച്ചിരുന്നു. അടിയാധാരം ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. 3 വർഷം 4 വർഷം കൂടുമ്പോൾ ഞങ്ങൾ ലോണിന് പോകും. അടിയാധാരമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചു വിടും. സ്ഥലം തന്ന വീട്ടിൽ അടിയാധാരം ചോദിക്കുമ്പോൾ അറിയില്ല, ഇവിടെ ഇല്ല എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ 2023 ഡിസംബർ ലാസ്റ്റ് അച്ഛനെ കാണാൻ വന്നു. ആധാരം കൊണ്ടുവന്നു. അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. 33 പ്രാവശ്യം ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥനയും 101 പ്രാവശ്യം ഈശോ നാമവും ചൊല്ലാൻ അച്ഛൻ ഞങ്ങളോട് നിർദ്ദേശിച്ചു. അന്ന് തന്നെ ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. പക്ഷേ അധികം താമസിക്കാതെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന മുടങ്ങി. ഒരു 2024 മെയ് 26-ാം തീയതി ഞങ്ങൾ വീണ്ടും പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. പ്രസംഗത്തിൻ്റെ സമയത്ത് അച്ഛൻ ഈശോയുടെ കരുണയുടെ ജപം ഇനിയും ചൊല്ലാത്തവർ ചൊല്ലണമെന്ന് പറഞ്ഞു. സ്റ്റാളിൽ നിന്ന് അത് ലഭ്യമാണെന്നും അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞ് സ്റ്റാളിൽ ചെന്ന് പ്രാർത്ഥന വാങ്ങിക്കൊണ്ട് പോയി മുടങ്ങാതെ പ്രാർത്ഥന ചൊല്ലി. 15 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ അടിയാധാരം വീട്ടിലുണ്ട് എന്ന് ഞങ്ങൾക്ക് സ്ഥലം തന്ന വീട്ടിലെ അമ്മ വന്നു പറഞ്ഞു. 33 ദിവസം ചൊല്ലി തീരുന്നതിന് മുമ്പേ എൻ്റെ സഹോദരൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഞാൻ ലോൺ എടുത്ത് 10 ലക്ഷം രൂപ തരാം, വീട് പണി വേഗം തുടങ്ങാൻ. അങ്ങനെ മഴ കഴിഞ്ഞ് ചിങ്ങം 4-ാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങി. ഡിസംബർ ലാസ്റ്റോടെ ഞങ്ങളുടെ വീടിൻ്റെ പണി മുഴുവനും പൂർത്തിയായി. പിന്നീട് ഇന്ന് വരെ ഞങ്ങൾ ആ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു ചൊല്ലാം ഈശോയെ. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. എൻ്റെ പേര് ജാനകി. പെരുന്തോയിൽ ആണ് സ്ഥലം. എൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. 6 മാസം മുമ്പ് പെട്ടെന്ന് അവൾ തളർന്നു വീണു. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ആദ്യം കൂത്തുപറമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് കണ്ണൂരേക്ക് കൊണ്ടുപോകുവാൻ പറഞ്ഞു. അവിടെ നിന്ന് പരിയാരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയിട്ടും രോഗം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. യൂറിൻ പോകാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കാണുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അച്ഛൻ ഈശോയുടെ ഫോട്ടോ തരികയും അത് രോഗിയുടെ തലയിണയുടെ അടിയിൽ വയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ വന്ന് പറഞ്ഞു, രക്തത്തിൽ അണുക്കൾ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ്. പെട്ടെന്ന് തന്നെ അതിനുള്ള ചികിത്സ ചെയ്യുകയും 2 ആഴ്ചയ്ക്കുള്ളിൽ കാലും കൈയും അനക്കാൻ അങ്ങനെയാണെങ്കിൽ സാധിക്കുമെന്നും പറഞ്ഞു. ഞങ്ങൾ ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്യുകയും അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ കാലും കൈയും അനക്കുവാനും മെല്ലെ പിടിച്ചു നടക്കുവാനും തുടങ്ങി. അടുത്ത ആഴ്ച തന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഇപ്പോൾ സൗഖ്യമായി അവൾ എല്ലാ ജോലിയും ചെയ്യുന്നു.
ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സ്റ്റിമിന. ഞാൻ അടയ്ക്കാത്തോട്ടിൽ നിന്നും വരുന്നു. എൻ്റെ ഭർത്താവ് 2 വർഷമായി പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ തടസ്സങ്ങളായിരുന്നു. 2024 നവംബറിൽ ഇസ്രായേലിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതേ മാസം മുതൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും റാപ്സനച്ചനെ കണ്ട് പ്രാർത്ഥന അപേക്ഷിച്ചതിൻ്റെ ഫലമായി ജൂലൈ 4 എൻ്റെ ഭർത്താവിന് ഇസ്രായേലിൽ പോകാൻ വിസ വന്നു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് നീതു ജോണി. ഞാൻ 2ാം കട വിടവകയിൽ നിന്നും വരുന്നു. 40 മണിക്കൂർ ആരാധനയുടെ 2ാം ദിവസം ഞാനിവിടെ ആരാധന കൂടുവാനായി വന്നു. എനിക്ക് 2 മാസത്തോളമായിട്ട് വലതു കൈ ഉയർത്താൻ കഴിയില്ലായിരുന്നു. മുടി കെട്ടിത്തരുന്നത് മകളായിരുന്നു. ആരാധനയുടെ സമയത്ത് എനിക്ക് ദൈവാനുഗ്രഹത്താൽ അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ ചോദിച്ചു എന്തു പറ്റി എന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ വലതു കൈ ഉയർത്താൻ കഴിയുന്നില്ലെന്ന്. അച്ഛൻ എൻ്റെ കയ്യിൽ തലോടിയിട്ട് എൻ്റെ മേൽ ഊതിയിട്ട് കൈ ഉയർത്താൻ പറഞ്ഞു. എൻ്റെ തലയ്ക്ക് മുകളിൽ കൈ ഉയർത്താൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ കഴിയുന്നുണ്ട്. എനിക്ക് സൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നതോടൊപ്പം ഒരു സാക്ഷ്യം കൂടി ഞാൻ പറയുന്നു. എനിക്ക് അൾസർ വന്ന് കൂടുതലായി. മരുന്ന് വാങ്ങിയിട്ടൊന്നും കുറവില്ലായിരുന്നു. വയർ ഉണങ്ങിപ്പോയി. വയറ്റിൽ നിന്നും പോവാതായി. ഡോക്ടർ വയറിളക്കാൻ മരുന്ന് തന്നു. വയർ ഉണങ്ങിയതിനാൽ വയറ്റിൽ നിന്നും പോയപ്പോൾ ആ ഭാഗമെല്ലാം മുറിവുണ്ടായി നീരും വെച്ചു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇരിക്കാനും നിൽക്കാനും കിടക്കാനും വയ്യാതായി. ഞാൻ വളരെ കഷ്ടപ്പെട്ടു. കർമ്മല മാതാവിൻ്റെ തിരുനാളിന് ഞാനിവിടെ വന്ന് മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായി വന്ന സമയത്ത് മാതാവിനെ നോക്കി കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് സൗഖ്യം തന്നാൽ 33 വ്യാഴാഴ്ച ഞാൻ ഇവിടെ വന്ന് കൊള്ളാമെന്ന് നേർച്ച നേരുകയും സാക്ഷ്യം എഴുതി അറിയിക്കാമെന്ന് നേരുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നിമിഷം തന്നെ എനിക്ക് സൗഖ്യം എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. പിന്നീട് എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ആത്മാവിൽ പുതുജീവൻ നേടിയ യേശുനാമത്തിൽ ദൈവമഹത്വം കാണാം നേടാം യേശുനാമത്തിൽ. കരമേർത്ത് കരമടിച്ച് അത്ഭുതങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ ഉണരാം ഉണരാം ഉണരാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിനി. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അവൾക്ക് +2 എക്സാം വിഷമമായിരുന്നു. എല്ലാ വിഷയത്തിനും ജയിക്കില്ലെന്ന് ഭയമായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾ എല്ലാ വിഷയത്തിനും നല്ല മാർക്കോടുകൂടി പാസ്സായി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പീറ്റർ. ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് വിദേശ പഠനത്തിന് പോകാൻ സാധിച്ചു. ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. വിസ തടസ്സം മാറി വിദേശത്ത് പോകാനായിട്ട് കർത്താവ് കൃപ കൊടുത്തതിന് ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ദൈവത്തിന് നന്ദി. എൻ്റെ പേര് ഡെനിറ്റ് ജോസഫ്. ഞാൻ അങ്ങാടിക്കടവിൽ നിന്നും വരുന്നു. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ്സാക്കി തന്ന് എന്നെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് മരിയ തോമസ്. ഞാൻ കേളകം സ്വദേശിനിയാണ്. കഴിഞ്ഞയാഴ്ച ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വരികയും ബഹുമാനപ്പെട്ട റാപ്സനച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ എൻ്റെ കാലിൻ്റെ ലിഗ്മെൻറ്റിൻ്റെ കംപ്ലൈൻറ്റ് പൂർണ്ണമായും മാറിക്കിട്ടുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും
1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആഷിക്ക്. ആദ്യമേ തന്നെ ആവില അമ്മ തെരേസ്യായ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എനിക്ക് വിസയ്ക്ക് വെച്ചിട്ട് കുറേ നാളായിരുന്നു. ഏജൻറ്റ് മറുപടിയൊന്നും തരുന്നില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാകുമെന്ന്. ആവിലായിൽ അമ്മയോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. നിയോഗങ്ങൾ കെട്ടിയിട്ടു. സാക്ഷ്യം എഴുതി അറിയിച്ചു കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് വിദേശത്ത് പോകാനുള്ള എൻ്റെ ആഗ്രഹം ഈശോ നിറവേറ്റി തന്നു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, എൻ്റെ പേര് ജിതിൻ ജോൺ. കീഴ്പള്ളിയിൽ നിന്നും വരുന്നു. ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും മുട്ടയിലിടഞ്ഞ് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ വിസ ഒരു തടസ്സവും കൂടാതെ എനിക്ക് ലഭിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. എൻ്റെ പേര് ഗ്രേസി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ പേരാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ തൊണ്ടയിൽ 3 മുഴകളുണ്ടായിരുന്നു. ആ മുഴകളിൽ ഒന്ന് വളരെ വലുതും അത് സങ്കീർണവും ആയിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. സ്കാൻ ചെയ്തു. അത് വളരെ സങ്കീർണമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. FNC ചെയ്യാൻ വേണ്ടി ഞാൻ അമല ഹോസ്പിറ്റലിൽ വന്നു. അവിടെ വന്നപ്പോൾ എനിക്ക് പറഞ്ഞിരുന്ന ടൈം 9 മണിയായിരുന്നു. അപ്പം ഞാൻ എത്തിയപ്പോഴേക്കും 9 മണി സമയം കഴിഞ്ഞു. എനിക്ക് കറക്റ്റായിട്ട് ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ല, 3 മണി ആകുമ്പോഴേക്കും എത്തുവാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടി ആവിലയിൽ ഇവിടേക്ക് പോന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എൻ്റെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു എൻ്റെ തൊണ്ടയിലെ മുഴ ചെറുതായി ചുരുങ്ങുന്നുവെന്ന് പറഞ്ഞു. അച്ഛൻ എനിക്കൊരു പ്രാർത്ഥന ഉരുവിടുവാൻ വേണ്ടി പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ഈശോയെ അമ്മേ എന്ന് വിളിക്കാനും പറഞ്ഞു. ഞാനത് ആവർത്തിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു ഇവിടെ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക, 3 മണിയാകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് 3 മണി ആയപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ 3 പ്രാവശ്യം എൻ്റെ വലിയ മുഴയാണ് സ്കാൻ ചെയ്യാൻ പറഞ്ഞത്. 3 പ്രാവശ്യം കുത്തിയതിന് ശേഷമാണ് അവിടുന്ന് സിറം കിട്ടിയത്. അപ്പോൾ അതിന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ FNC റിസൾട്ട് വന്നപ്പം നോൺ ക്യാൻസറസ് മുഴകളായിരുന്നു എന്ന് പറഞ്ഞു. എന്നെ സൗഖ്യപ്പെടുത്തിയ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് ക്യാൻസറസ് ആണ്, അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആണ്. 3 മുഴകളുണ്ട്. അതിലൊരെണ്ണം തന്നെ വലിയ നടുക്കുള്ള മുഴ, വലിയ മുഴയാണ്. അങ്ങനെ FNAC ചെയ്യണം എന്ന് പറഞ്ഞ് 9 മണിക്ക് സമയം കൊടുത്തു. ഭാഗ്യത്തിന് അവർ 9 മണിക്ക് അവിടെ എത്തിയില്ല. അതാണ് ഒന്നാമത്തെ അനുഗ്രഹം. ചെന്നപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ ചില സമയങ്ങളിൽ കർത്താവ് അങ്ങനെയും നമുക്ക് അനുഗ്രഹം തരും. അപ്പോൾ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ചെയ്യാൻ പറ്റില്ല, പോയിട്ട് 3 മണിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് അവർ 3 മണി വരെ അമല ആശുപത്രിയിൽ ഇരിക്കണ്ട എന്ന് വിചാരിച്ച് അവർ ആവില ആശുപത്രിയിൽ ഇരിക്കാൻ വേണ്ടി പോന്നു. അങ്ങനെയാണ് അവർ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ 2 മുഴകൾ ഇപ്പോൾ ഉണ്ടോ? 2 മുഴകൾ അപ്രത്യക്ഷമായി. നടുക്കുള്ള മുഴ ഉണ്ടോ? അത് വലുതും. ആ മുഴകളുടെ വലിപ്പമൊക്കെ കുറഞ്ഞ് അത് ഇല്ലാത്ത രീതിയിൽ ആവുകയും അത് മാറിയതിന് ശേഷമാണ് തിരിച്ച് വീണ്ടും ചെന്ന് കുത്തിയെടുക്കാൻ ചെന്നപ്പോൾ കുത്തുമ്പോൾ ആ സിറപ്പ് കിട്ടുന്നില്ല, അല്ലേ? ബ്ലഡാണ് കിട്ടുന്നത്. കാരണം ഉണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് അതൊക്കെ ക്യാൻസറസ് ആയിട്ടുള്ളതും അല്ലാത്തതുമൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ കർത്താവ് തൻ്റെ വചനമയച്ച് സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. മരുന്നോ ലേപനോ ഔഷധമോ അല്ല, അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ.
അങ്ങനെ ഗോയിറ്റർ മുഴയുണ്ടായിരുന്നു. അപ്പോൾ തൈറോയിഡിൻ്റെ തൈറോയിഡ് ക്യാൻസറാണ് എന്ന് കരുതിയിരുന്നത്. കർത്താവ് ആ മുഴ തന്നെ എടുത്ത് മാറ്റിയതിനെ ഓർത്ത് ഇനി ഒരു ട്രീറ്റ്മെൻറ്റും ഇനി ഒരു മരുന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ് മടക്കി വീട്ടിലേക്ക് വിട്ടതിനെ ഓർത്ത് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകാൻ കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും കാലമല്ലോ ഒരു മിനിറ്റ് ചേച്ചി. പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട സാക്ഷ്യമാണ്. അച്ഛൻ തന്നെ കുറച്ച് ദിവസം പേടിച്ചു പോയ ഒരു അസുഖത്തെക്കുറിച്ചാണ് ചേച്ചി പറയാൻ പോകുന്നത്. ശരി, പറഞ്ഞു. ആലീസ് എന്നാണ് പേര്, ചെടിക്കുളത്തെന്നാണ് വരുന്നത്. എൻ്റെ ഇവിടെ ഒരു ചെറിയ മുഴ പോലെ വന്നു. എനിക്കതെന്നാന്നറിയത്തില്ല. ഞാൻ 2-3 ദിവസം ഒന്നും ചെയ്യാതെ നോക്കിയിരുന്നു. 4-ാം തീയതി പിന്നെ ആശുപത്രി കൊണ്ട് ഡോക്ടറെ കാണിച്ചു. ENT-നെ കാണിച്ചപ്പോൾ ENT പറഞ്ഞു ഉമിനീർ ഗ്രന്ഥിക്ക് ഒരു നീർക്കെട്ടാന്ന് പറഞ്ഞു. അപ്പം മരുന്നും തന്ന്, തേക്കാനൊരു മരുന്നും ഗുളികയും തന്ന് വിട്ടു. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെല്ലാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ 7-ാം തീയതി പോയി. 7-ാം തീയതി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് കുറഞ്ഞില്ലല്ലോ, എന്നാ ചെയ്യും, നമുക്ക് സ്കാൻ ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സ്കാൻ ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ സ്കാൻ ചെയ്തു. 9-ാം തീയതി സ്കാനിങ് റിപ്പോർട്ടും കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു അയ്യോ ഇത് പഴുപ്പുണ്ട്, അതുകൊണ്ട് സർജനെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ 9-ാം തീയതി ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച 10-ഉം തിങ്കളാഴ്ച 11-ാം തീയതി ഞാൻ സർജനെ കണ്ടു. സർജനെ കണ്ടപ്പോൾ സർജൻ പറഞ്ഞു അയ്യോ ഇത് പഴുപ്പുണ്ട്, ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ഇത് സർജറി ചെയ്യണം എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ ഒരു ഭയങ്കര വിഷമം. അപ്പം ഞാൻ ചോദിച്ചു സർജറിക്ക് എത്രയാകും ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ഡോക്ടർ ഫീസോ അങ്ങനത്തെ ഒന്നുമില്ല, പിന്നെ ഓപ്പറേഷന് മാത്രം 60,000 രൂപയാകും. പിന്നെ അത് 1.5 മണിക്കൂർ പിന്നെ അനസ്തേഷ്യ ചെയ്ത് സർജറി ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ പിന്നെ ചിരിക്കുമ്പോൾ മുഖം കൂടിപ്പോവും, ചിരിക്കുന്ന ഞരമ്പിൻ്റെ ഭാഗത്താണ് ആ നീര് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതും കേട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് ഞാൻ പിറ്റേന്ന് വെളുപ്പിനെ ഇരുന്ന് ഈശോയെ എന്ന് 101 പ്രാവശ്യം ഞാൻ എല്ലാം എപ്പോഴും വിളിക്കുന്നതാണ്. ഈശോയെ വിളിച്ചപ്പോൾ എനിക്കെന്തോ പള്ളിയിൽ വരണം, അച്ഛനെ ഒന്ന് കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ മോനോട് പറഞ്ഞു മോനെ നീ ജോലിക്ക് പോകുമ്പോൾ ഒന്ന് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു നോക്കട്ടെ മമ്മി, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ ഉച്ചയായപ്പം 3 മണിയും കണ്ടായപ്പം വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ വന്നപ്പം അച്ഛനെ കണ്ടപ്പം പറഞ്ഞു അച്ഛനൊരു ധ്യാനം, രോഗസൗഖ്യ ശുശ്രൂഷയുടെ ധ്യാനം അവൻ്റെ ഫോണിലിട്ട് കൊടുത്തു. അവൻ എൻ്റെ ഫോണിലിട്ട് തന്നു. ഇത് കൂടി വെച്ച് ശുഭരാത്രി ശുശ്രൂഷയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം അച്ഛൻ്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ എനിക്ക് ഓപ്പറേഷൻ കൂടാതെ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ഓർത്ത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം അതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന അച്ഛൻ കുരിശടി പോയി മുട്ടയിലഴിഞ്ഞ് വന്നപ്പം എനിക്ക് മുട്ടയിലഴിയാൻ പറ്റുന്നില്ല, മുട്ടയിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നടന്ന് വന്നു അച്ഛൻ്റെ കൂടെ. എന്നിട്ട് അച്ഛൻ വന്ന് പിന്നെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം ഈ നീര് കാണിച്ചു കൊടുത്തു. ഇതാണോ മോൻ വന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ അച്ഛന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ഉമിനീരെടുത്ത് എൻ്റെ മുഖത്ത് തേക്കും. അത് കല്ല് പോലെയാണ് ഇരുന്നത്. ആ ഉമിനീര് തേച്ച നിമിഷം തന്നെ അത് സ്പോഞ്ച് പോലെയായി. എനിക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു, കരഞ്ഞ് കാറി തുള്ളി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഈശോയെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ എൻ്റെ കാലിന് മരപ്പം, എനിക്ക് കാല് ചാടിത്തുള്ളാൻ പറ്റും, ചാടാൻ പറ്റും, ചാടിക്കോളാൻ പറഞ്ഞു. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എങ്ങനെ ചാടിയെന്നും എങ്ങനെ സ്തുതിച്ചുവെന്നും എനിക്കറിയത്തില്ല. ഞാൻ അതേ രീതിയിൽ സ്തുതിച്ചു. അപ്പോൾ ഇവിടെ നിന്നവരോട് പറഞ്ഞു ഈ ചേച്ചിയുടെ നേരെ 21 പ്രാവശ്യം കൈനീട്ടി ഈശോയെ എന്ന് വിളിക്കാൻ. എല്ലാവരും ഈശോയെ വിളിച്ചു. അത് കഴിഞ്ഞ് കൂടെ ആരാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോനുണ്ട്, മക്കളുണ്ടെന്ന് പറഞ്ഞു. അവരെ വിളിക്കാൻ പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു പിന്നെ അവനോട് പറഞ്ഞു ഓപ്പറേഷന് പോകണ്ട, ഓപ്പറേഷൻ വേണ്ട, അത് സുഖപ്പെട്ടോളും, ഇത് ഈശോ തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും വന്നു. ഈശോയെ നീ എന്നെ കൈവിട്ടില്ലല്ലോ, ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചതിന് ഫലമുണ്ടായല്ലോ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് മുട്ടയിൽ അഴിയാൻ എന്നെ അനുവദിക്കണം, എനിക്ക് മുട്ടയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു സാധിക്കും, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം 3 ആഴ്ചയായി ഞാൻ മുട്ടയിൽ അഴിയുന്നുണ്ട്. എനിക്ക്
നല്ലോണം പ്രാർത്ഥിക്കാനും മുട്ടലഴിയാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട്. അച്ഛൻ എന്നോട് പറഞ്ഞു 101 പ്രാവശ്യം ഈശോയെ ധൈര്യമായിട്ട് വിളിക്കുക, ഈശോയെ എൻ്റെ കരുണയും ഞാൻ ആശ്രയിക്കുന്നെന്ന പ്രാർത്ഥനയും ചൊല്ലുക, ഈശോയും മാതാവും എന്നെ ജീവനതുല്യം സ്നേഹിക്കുന്നെന്ന പ്രാർത്ഥനയും ചൊല്ലി എന്നും കാഴ്ചവെക്കാൻ പറഞ്ഞു. ഞാനതുപോലെ മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. 9 ദിവസം വചന ശുശ്രൂഷയ്ക്ക് രാത്രി പങ്കെടുക്കാൻ പറഞ്ഞു. ഞാൻ 15 ദിവസവും വന്ന് പങ്കെടുത്തു. പിന്നെ വരാനുള്ള സാഹചര്യം വന്നില്ല. അച്ഛൻ ചോദിച്ചു എന്നോട്, ഞാൻ ചോദിച്ചു അച്ഛൻ 9 ദിവസം വന്നു, ഇനി വരണമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു അടുത്തല്ലേ, വണ്ടി ഉണ്ടല്ലോ, വന്നുകൂടെയെന്ന് ചോദിച്ചു. എനിക്കെന്തോ വരാൻ ഉള്ള സാഹചര്യം അല്ലായിരുന്നു, അതുകൊണ്ട് വന്നില്ല. ഞാൻ ഓൺലൈനിൽ ശുശ്രൂഷ എന്നും കൂടുന്നുണ്ട്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയാം. സഹോദരി 11-ാം തീയതി എടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഉമിനീർ ഗ്രന്ഥിക്ക് ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻ പഴുക്കുകയും അത് സർജറി ചെയ്യണം. സർജറിക്ക് മാത്രം 60,000 രൂപയാകും, മറ്റ് ഡോക്ടറിൻ്റെ ഫീസൊക്കെ വേറെ. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. മുഴ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ മുഴ ആദ്യം അത് ചുരുങ്ങിയെങ്കിലും ആ മുഴ വലുതാവുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഇവർ ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് 26-ാം തീയതിയിലെ റിപ്പോർട്ട് അനുസരിച്ച് അവർ പറഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ല, സർജറി തന്നെ ചെയ്യണം. മുഴ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വിശ്വാസം വിടയാതെ, അതാണ് അച്ഛൻ പറഞ്ഞത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ ഓരോ ശുഭരാത്രി വചന ശുശ്രൂഷയിൽ അച്ഛൻ 9 ദിവസം വരാൻ പറഞ്ഞു. 15 ദിവസം വന്നിട്ടും മുഴ അങ്ങനെ മാറിയിട്ടില്ല. അപ്പോൾ ഓരോ ദിവസവും ഇത് കല്ലിച്ചുകൊണ്ടിരിക്കുന്നു, വലുതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നെങ്കിലും സഹോദരി വീണ്ടും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ മുഴ താനെ ചുരുങ്ങി അതിപ്പോൾ ഇല്ലാത്ത രീതിയിൽ മായി തീരുകയും ചെയ്തു. ഇനി ഒന്നും ആവശ്യമില്ല എന്നതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഇപ്പോൾ ആ മുഴ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല, മുഴ തന്നെ അവിടെ ഇല്ല. മുറിക്കാനായിട്ട് മുഴ ഉണ്ടെങ്കിലല്ലേ മുറിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. അന്തർ കണ്ടതും ചെകിട നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനച്ചനും ഒരു കോടി നന്ദി പറയുന്നു. ഈശോയ്ക്ക് ആവിലായിൽ അമ്മയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. ഈശോയെ നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. എൻ്റെ പേര് ദിൽഷ വർഗീസ്. ഞാൻ ഉരുപ്പൻകുറ്റിൻ്റെ ഇടവകയിൽ നിന്ന് വരുന്നു. 2 വർഷം മുമ്പ് ഞങ്ങളിവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവാത്തതിനെ തുടർന്നിട്ട്. അപ്പോൾ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അടുത്ത വർഷം ഡിസംബർ ആകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാൻ പറ്റട്ടെ എന്ന്. അതുപോലെ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടി. ഞങ്ങൾക്ക് വേണ്ടി ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാബ്സൻ അച്ഛനും 1000 നന്ദി. കരമടി. എത്ര വർഷം കുട്ടികളുണ്ടായിരുന്നില്ല മോളെ? 3 വർഷമായി മക്കളില്ലാതിരുന്ന ദമ്പതികൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഈ വർഷം കുഞ്ഞിനെയുമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് കർത്താവിട കൊടുത്തതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം ഈശോയേ, ഈശോയേ, ഈശോയേ. അത്ഭുത അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ ഉണരാ ഉണരാ. എല്ലാവരെയും നോക്കി ചിരിച്ചേ. ചിരിച്ചതാണ്, നിങ്ങൾ വിഷമിക്കണ്ട. ഹല്ലേലൂയ.